ഇന്ന് ഞാനൊരു വൈറൽ ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പുറത്ത് പോയി വന്നിട്ടുള്ള എൻ്റെ ഒരു ഫേസ് ലുക്കാണ് കാണിക്കുന്നത്. സൺ ടാനാണ്. അപ്പോൾ നമ്മളെ ആക്ട്രസ് പാർവതി കൃഷ്ണയുടെ ഒരു വൈറൽ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മുഖത്ത് ഇതാ സൺ ടാനൊക്കെ അടിച്ച് മുഖത്തൊക്കെ ആകെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്ന പോലെ ഉണ്ട്. ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കോഴിമുട്ടയുടെ വെള്ള, അതുപോലെ ബ്രൂ ഇല്ലേ, ഇൻസ്റ്റൻറ്റ് ബ്രൂ, അതൊരു 2 രൂപയുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, ടിഷ്യൂ ആണ് ആവശ്യം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓട്ടയാക്കിയിട്ട് കുറച്ച് അതിൽ ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ യെല്ലോ എടുക്കാറില്ല, കാരണം ഈ ഒരു മുട്ടയുടെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ആ ആക്ട്രസ് പറയുന്നത് വൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്, യെല്ലോ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ യെല്ലോടെ ഒഴിവാക്കിയിട്ട് വൈറ്റാണ് എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇനി നമ്മൾ ബ്രൂവിൻ്റെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇത് 2 രൂപയുടെ ബ്രൂവിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഇറങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അത് ആവശ്യാനുസരണം ഞാനൊരു 2 രൂപയുടെ കംപ്ലീറ്റ് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇത്രയൊന്നും ആവശ്യം വരുന്നില്ല, 1 ടൈം യൂസ് ചെയ്യാനല്ലേ, അത് അത്ര കുറച്ച് മതിയാവും. പക്ഷേ ഞാനത് കംപ്ലീറ്റ്ലി ഇട്ട് 2 രൂപയുടെ പാക്കറ്റ് മൊത്തം ഈ ഒരു എഗ് വൈറ്റിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ, അതാണ് കേട്ടോ ഇടുന്നത്. അത് നമ്മൾ ഒരു 1/2 സ്പൂണ് അത്രയും മതിയാവും. കുറേ ഓവറാക്കി ഇതാവണില്ല, ഒക്കെ പാകത്തിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്തപ്പോൾ ഇതാ ഈ ഒരു പരിവാക്കണം നന്നായി. ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഈ ഒരു കോഫി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ബ്ലെൻഡായിട്ട് നല്ല പരിവായിരിക്കണം ഇതിന്. ഇനി ആദ്യം നമ്മൾക്കിത് മുഖത്തിടാം കേട്ടോ. ആ ആക്ട്രസ് പറയുന്നത് ആദ്യം നമ്മൾ കുറച്ച് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കോഫി പൗഡറും അതുപോലെ എഗ് വൈറ്റും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു ഫോം നമ്മൾ മുഖത്ത് നന്നായിട്ട് തേക്കുക കേട്ടോ. നന്നായി തേക്കുക, എല്ലായിടത്തും നന്നായി മുഖത്ത് തേച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു സാധനം നമ്മൾ തേക്കുന്നുണ്ട്. തേക്കെല്ലാം നമ്മൾ മുഖത്ത് ഒട്ടിക്കുന്നുണ്ട്. അതാണ് ടിഷ്യൂ പേപ്പർ വേണം. ഈ ഒരു ഫേസ് മാസ്കിനെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പർ. കാരണം അത് മുഖത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചിട്ട് നമ്മൾ ഇത് ഉണങ്ങിയിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നന്നായിട്ട് മുഖത്ത് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വലിയൊരു ടിഷ്യൂ പേപ്പർ കയറിയിട്ടുണ്ട്. പിന്നെ മുഖം നന്നായി മസാജ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കട്ടെ. അത് ഇങ്ങനെ നന്നായിട്ട് മുഖത്ത് നന്നായി ഒട്ടിപ്പിടിക്കണേ. അപ്പോൾ അത് മുഖത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് നന്നായി ഒട്ടുന്നുണ്ട്. കാരണം നമ്മളിത് എഗ് വൈറ്റ് ആയ കാരണം ചെറിയൊരു പശ പോലെയാണല്ലോ എഗ് വൈറ്റ്. അപ്പോൾ അത് മുഖത്ത് വെച്ച പാടന്നെ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട്, അപ്പോൾ അത്യാവശ്യം നല്ല ഇതിൽ ഇങ്ങനെ ചില ഭാഗമൊക്കെ ഇങ്ങനെ അടർന്ന് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാക്സിമം ഞാൻ അത് ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. നെറ്റിയുമ്മലും മൂക്കുമ്മലും എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക അവിടെയൊക്കെ നന്നായിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഇത് ഉണങ്ങുന്നത് വരെ ഇങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അവിടെ മുഖത്തിരിക്കണം കേട്ടോ. മാക്സിമം 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഇത് നന്നായി ഒട്ടിപ്പിടിച്ച് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഉണങ്ങി പിടിച്ചാലാണ് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ടും അതുപോലെ ഇത് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ മേലെ വീണ്ടും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യണം മുഖത്ത്. അപ്പോൾ നമ്മളിങ്ങനെ നനവ് തട്ടുമ്പോൾ ചിലപ്പോൾ ടിഷ്യൂ പേപ്പർ അങ്ങനെ അടർന്ന് വീണൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട, പറ്റുന്നതൊക്കെ പോട്ടെ. അപ്പോൾ ഇതാ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മുഖമൊക്കെ അത്യാവശ്യം ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഏകദേശം പറിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ സ്കിന്നിങ്ങനെ മാറിക്കണ്ട. ആ ഒരു മഞ്ഞ നിറമൊന്നുമില്ല കേട്ടോ, മഞ്ഞളുടെ നിറമൊന്നുമില്ല, അതൊക്കെ ഈ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖം കണ്ടോ, ആ ഒരു സൺ ടാനൊക്കെ പോയി ആ ഒരു നോർമൽ ഒരു ലെവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഈ ഉണങ്ങി പിടിച്ചത്. അപ്പോൾ ഈ നമ്മൾ ഒരു സാധനം, അതായത് ഈ എഗ് വൈറ്റ് ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, ഈ 3 നമ്മളെ മുഖത്തല്ലേ ഒക്കെ ഈ പേപ്പർ വലിച്ചെടുത്ത് നമ്മളെ മുഖത്തുള്ള ആ സൺ ടാൻ ഒക്കെ
ഒക്കെ ഈ പേപ്പർ വലിച്ചെടുത്തിട്ട് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. കാരണം എനിക്ക് അങ്ങനെയാണ് ഇത് ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ തോന്നിയത് കേട്ടോ. മുഖത്ത് നന്നായിട്ട് വ്യത്യാസം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോയി നിന്നിട്ടുള്ള ഈ ഒരു ഫേസ് കാണിച്ചു കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ്ലി നമ്മൾ പോകുന്നുണ്ട് മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും. അതെ, മുഖം കുറച്ചൊന്ന് വൈറ്റ് ആയിട്ടുണ്ട്, ബ്രൈറ്റ്നെസ്, ആ ഒരു സൺ ടാൻ പോവില്ലേ, ഒന്ന് വെളുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നോർമലി ഞാൻ പുറത്ത് പോയി വന്നിട്ടുള്ള എൻ്റെ ആ ഒരു ലുക്കായിരുന്നു. അപ്പോൾ ആ ലുക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു മുഖത്തൊരു ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് കണക്ക് അവളൊക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ആ ഒരു കരിവാളിപ്പ് പോയിട്ടുണ്ട്. അത്ര പെട്ടെന്നാണ് വെളുക്കും എന്നല്ല, ഒരു കരിവാളിപ്പ് വീണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുഖമൊക്കെ കഴുകിയപ്പോൾ ലുക്കാണ് ഗൈസ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് മുഖം ശരിക്ക് തുടച്ച് കഴിഞ്ഞപ്പോഴുള്ള ലുക്കാണ് ഗൈസ് ഇത്. നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുഖത്തിന് കേട്ടോ. ആ ഒരു കരിവാളിപ്പ് പോയി എന്നാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. മുഖം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്, അടിപൊളി കിട്ടു ഫേസ് പാക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ പൊട്ടും കൂടി ഇട്ടപ്പോൾ സെറ്റായിട്ടുണ്ട്. ടാറ്റാ ബൈ ബൈ, സി യു.